വിഴിഞ്ഞത്ത് ബോട്ടപകടത്തിൽ മത്സ്യത്തൊഴിലാളി ജോണിനെ കാണാതായിട്ട് 5 ദിവസമായി. കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം ഫിഷറീസ് ഓഫീസിലെത്തി തെരച്ചിലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അസിസ്റ്റന്റ് ഡയറക്ടറെ അറിയിക്കും. ജോണിന്റെ മകനൊപ്പം സനിസ ശോഭാചന്ദ്രൻ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നുണ്ട്. സനിസ, വലിയ സങ്കടകരമാണ് ഈ അവസ്ഥ. കാരണം 5 ദിവസമായി ഒരു വിവരവുമില്ല. എന്താണ് ഇപ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ തീരുമാനം? 5 ദിവസമായി ജോണിനെ ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് കടലിൽ പോയിട്ട് മത്സ്യബന്ധനത്തിന് പോയിട്ട് അപകടം സംഭവിച്ച് ജോണിനെ കാണാതായിട്ട് കൂടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു വന്നിരുന്നു. ഇന്നലെ അവരടക്കം കടലിലേക്ക് പോയി. പക്ഷേ അവർക്ക് ദൂരെ പോയി തിരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഫിഷറീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ല, കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് കുടുംബത്തിന്. കൂടാതെ തന്നെ ഈ ഒരു ആരോപണം ജോണിന്റെ മകൾ ഉന്നയിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിലടക്കം ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. എന്നാൽ ഈ നേവിയുടെ സഹായം വേണം ഈ ജോണിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ വേണ്ടി. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ ജോണിന്റെ മകൻ ജിനിൻ ജോൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും തിരച്ചിൽ നടന്നോ? തിരച്ചിൽ നടന്ന് എങ്ങനെയാന്ന് വെച്ചാൽ പേരിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ നടന്നു. ഫസ്റ്റ് ദിവസം ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ കരയിൽ കൂടെ പോയി, അതെല്ലാവരും കണ്ട് കരയിൽ കൂടെ പോയി. ഇത് കടലിൽ തിരച്ചിൽ നടത്തില്ല, കാരണം ഇത് റക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. 5 പേര് കടലിൽ പണിക്ക് പോയി, ഒരു 4 പേര് തിരിച്ചു വന്നല്ലോ, ഒരാൾ മാത്രമല്ലേ വരാനുള്ളൂ എന്നൊരു ചിന്തയാണ് അവർക്ക്. ഈ തിരച്ചിലിന് വേണ്ടിയിട്ട് ഇവർ 2-3 ദിവസം പോയല്ലോ, മത്സ്യത്തൊഴിലാളികൾ അടക്കം പോയി, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? അടുത്ത രീതിയിലുള്ളൊരു തിരച്ചിൽ നടത്തണ്ടേ? സംഭവം നടക്കുന്നത് എവിടെയാണ്? സംഭവം നടക്കുന്നത് 18 നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണ്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ആ ഒരു ഇത് വരുന്നത്. 12 നോട്ടിക്കൽ മൈൽ വരെയാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഇത് വരുന്നത്. അപ്പോൾ ഇവരെന്തുകൊണ്ട് കേന്ദ്ര സേനയുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ട് സംയുക്തമായിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്തുന്നില്ല? എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? കടലിൽ പോയത് ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? ഹെലികോപ്റ്റർ ഇന്നലെ കിടന്ന അന്തരീക്ഷത്തിന് ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നലെ 4 വെള്ളക്കാർ നമ്മുടെ ആൾക്കാർ റിസ്കിൽ ഇറങ്ങി പോയത്, സ്വന്തം റിസ്കിൽ എടുത്ത് പോയത്. അവർക്ക് ഈ ഹെലികോപ്റ്ററും കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ തിരച്ചിൽ നടത്താൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് നടത്തിയില്ല? എന്തുകൊണ്ട് ഇറക്കിയില്ല? എത്ര സിസ്റ്റം കൊടുക്കണം? ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കണം ഒരു ഹെലികോപ്റ്റർ ഇറക്കി സെർച്ച് ചെയ്യണമെങ്കിൽ? ഇതേ മറ്റിടത്ത് എവിടെയെങ്കിലാണ് നടക്കുന്നതെങ്കിൽ, മറ്റെവിടെയാണെങ്കിലും ഒരു ദുരന്തം, ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ മത്സ്യത്തൊഴിലാളികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കടലിൽ ജീവന് വേണ്ടിയിട്ട് കിടന്ന് കരയുമ്പോൾ ഞങ്ങളിവിടെ നിങ്ങൾക്ക് കുറച്ച് നിവേദനങ്ങൾ പറയാം. ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട ആക്ഷൻസ് ആണ് ഇതൊക്കെ. കാരണം സെർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിവേദനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. നമ്മളല്ല പറയേണ്ടത്, അവർ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. മുന്നറിയിപ്പ് ലഭിച്ചായിരുന്നു? മുന്നറിയിപ്പ് വരുന്നത് ഇവരൊക്കെ പണിക്ക് പോയതിന് ശേഷമാണ്. ഇങ്ങനെയല്ല മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. ഇവിടെ എപ്പോഴും മുന്നറിയിപ്പ് വരാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? പൊതുവെ നേരത്തെ മുന്നറിയിപ്പ് പള്ളിയിൽ വിളിച്ചു പറയുമ്പോഴത്തേക്കും നമ്മൾ ആരും പണിക്ക് പോകത്തില്ല, കടൽ പണിക്കാരും പണിക്ക് പോകത്തില്ല. പക്ഷേ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് ഡിസ്ട്രിക്റ്റിൽ കാറ്റടിച്ചാലും പണിക്ക് പോകാൻ പാടില്ല എന്ന് വിളിച്ചു പറയും. ഒരു മാസത്തിൽ 20 തവണ വിളിച്ചു പറയും. 20 തവണ പണിക്ക് പോകാതിരുന്ന 10 ദിവസം മാത്രം പണിക്ക് പോകുന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തരാകും? 10 ദിവസം പണിക്ക് പോകുന്നവന് പൈസ കിട്ടുമോ? അവിടെ കടലിൽ പോയാൽ ഉടനെ അവന് എല്ലാം കിട്ടുമോ? അപ്പോൾ കൃത്യമായിട്ട് ഇന്നയിടത്ത് ഇത് നടക്കുന്നത് എന്തുകൊണ്ട് ഈ ടെക്നോളജി ഇത്രയും വളർന്നിട്ട് പറയാൻ പറ്റുന്നില്ല ഇവർക്ക്? ഇന്നയിടത്ത് ഇത്ര കാറ്റടിക്കും, ഇന്നയിടത്തുള്ളവർ നിർബന്ധമായിട്ടും പോകരുത് എന്ന് എന്തുകൊണ്ട് മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല? അത്രയും വീക്ക് സിസ്റ്റമാണോ നമ്മുടെ ഉള്ളത്? അത്രയും ചീപ്പ് സിസ്റ്റമാണോ നമ്മുടെ ഉള്ളത്? വള്ളക്കാർ 4 പേര് തിരിച്ചു വന്നവരായിട്ട് തിരിച്ച് കോസ്റ്റ് ഗാർഡ് സെർച്ചിന് പോയപ്പം 4-5 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് ഛർദ്ദിച്ചതുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു പോലീസുകാർ. വള്ളക്കാരല്ല. ഇന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അവർ 2 വള്ളം ഇറക്കി വിടാന്ന് സെർച്ചിന് വേണ്ടിയിട്ട്. എത്ര ദൂരം പോകും? ഇന്നലെ പോകാത്തതിന് ദൂരം പോകും. ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എങ്കിലും അവർ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് തെരച്ചിൽ നടക്കുന്നു. നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറോട് സംസാരിച്ചു? ഇവിടെ ഫിഷറീസിൽ സംസാരിച്ചു? ഫിഷറീസിൽ എല്ലാം നേരത്തെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? അത് തിരച്ചിൽ നടക്കുന്നു, ഇവർക്ക് ഇങ്ങനെ കുറച്ച് റിപ്പോർട്ട് കാണിക്കണം. ഇതാണ് വാസ്തവം. നിങ്ങളുടെ ആവശ്യം നേവിയുടെ സഹായമാണോ? നേവിയുടെ സഹായം വേണം. ഹെലികോപ്റ്റർ ഇറങ്ങി സെർച്ച് ചെയ്യണം. അതായത് ഇന്നലെ കിടന്ന അന്തരീക്ഷത്തിന് തേടിയിരുന്നെങ്കിൽ ഇതിലും നല്ല രീതിയിൽ കിട്ടുമായിരുന്നു. ചുമ്മാ വന്ന് 2 കറക്കം കറങ്ങിയിട്ട് പോകാനല്ല. അവിടെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തണം ഉറപ്പായിട്ട്. കാരണം അവർ വന്നിട്ട് എവിടെ വരെ തിറക്കുന്നത് നമുക്കറിയത്തില്ല. പേരിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇറങ്ങണ്ട.
പിന്നെ എന്തിനാണ് നമ്മൾ ഈ സാലറി ഒക്കെ കൊടുത്ത് ഇത്രയും ആൾക്കാരെയൊക്കെ ഇവിടെ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞ് വച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? സർവീസ് ചെയ്യാൻ മൈൻഡ് ഇല്ലാത്തവൻ ആ ജോലിക്ക് വരണ്ട. നിങ്ങൾക്ക് പല ജോലികളുണ്ടല്ലോ, നിങ്ങൾ സർവീസ് എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്, പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാലറി വേണം, നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം. അങ്ങനെയുള്ള ഒരു ജോലിക്കാണെങ്കിൽ നിങ്ങൾ ഈ സർവീസിന് വേണ്ടി വരല്ലേ? നിങ്ങൾക്ക് പല ജോലികളും ഉണ്ട്. സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നല്ല രീതിയിൽ ഇത് ചെയ്യണം, നല്ല രീതിയിൽ തിരച്ചിൽ നടത്തണം. ഇത് ഈ തവണ മാത്രം ഇപ്പം എൻ്റെ അപ്പം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നാളെയും ഇതേപോലുള്ള സംഭവങ്ങൾ നടക്കും. ഇങ്ങനെയാണോ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? പർട്ടിക്കുലർലി ഇന്ന പ്ലേസിൽ ഇത്ര കാറ്റടിക്കും, അതുകൊണ്ട് ഇന്ന പ്ലേസിലുള്ളവർ ജോലിക്ക് പോകരുത് പറഞ്ഞല്ലോ. പണിക്ക് പോകാതിരിക്കുന്നവർക്ക് ഒരു ദിവസം ഇത്ര നിവേദനം കൊടുക്കുമെന്ന്. എവിടെ കൊടുക്കുന്നു? അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ആൾക്കാർ എന്തിനങ്ങനെ പോകും? നിങ്ങൾക്കൊരു സംരക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ജീവൻ പണയം വെച്ച് പണിക്ക് പോവില്ലായിരുന്നു. ഉറപ്പായിട്ടും സംരക്ഷണം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ മുന്നറിയിപ്പ് കിട്ടിയിരുന്നാൽ മാത്രം മതി. മുന്നറിയിപ്പ് കൃത്യമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇന്നയിടത്ത് ഇത്ര പുല്ലുവിളയിൽ അല്ലെങ്കിൽ വിഴിഞ്ഞം ഇതില്ലെങ്കിൽ തിരുവനന്തപുരം ദേശത്തുള്ളവർ നിർബന്ധമായും പണിക്ക് പോകരുത്, ഇത്ര വീതിയിൽ കാറ്റടിക്കും എന്നൊരു ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോകില്ല. എല്ലാ ദിവസവും ഒരു മാസത്തിൽ 20 ദിവസം വിളിച്ചു പറയുന്നത് കാറ്റടിക്കും പോകരുതെന്ന് പറയുമ്പം ഇവിടെ ഇത്ര തീരദേശത്തിൽ ഇത്ര എല്ലായിടത്തും കോഴിക്കോട് മലപ്പുറം എവിടെ കാറ്റടിച്ചാലും ഇവിടെ ഉള്ളവർ പോകണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അവർ പോകാതിരിക്കും? നിങ്ങൾ കൃത്യമായിട്ട് അപ്പം ഇന്നയിടത്ത് ഇത്ര വീതിയിൽ കാറ്റടിക്കുമെന്ന് ഒരു വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? ഉദ്യോഗസ്ഥരാണോ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ തരാറ്, മുന്നറിയിപ്പ് തരാറ്? ഇത് നമ്മൾ വിളിച്ച്, അതായത് കൃത്യമായിട്ട് ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറയും രാവിലെ കൃത്യമായിട്ട്. അത് അന്നേരം ആ ഇൻഫർമേഷൻ എത്തിയിട്ടില്ല. ഇവർ ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് പണിക്ക് പോയതിന് ശേഷമാണ് മെസ്സേജുകൾ പോലും വരുന്നത് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ്. പിന്നെ അന്നേരം കടലിൽ കിടക്കുന്നവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ അവരെങ്ങനെ വരാനാണ്? ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരാൾ ഒരു ഫിഷറീസിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാൽ ക്യൂ കിടക്കണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. കഴിഞ്ഞ തവണ ഒരു വള്ളം ലൈസൻസിന് വന്നോണ്ട് എത്ര നേരം അവിടെ നിന്നെന്നറിയാം. അവിടെ ഒരു രീതിയിലുള്ള സിസ്റ്റമാറ്റിക്കിലുള്ള ഡെവലപ്മെൻറ്റ് ഇവിടെ നടത്തുന്നില്ല. പക്ഷേ ടാക്സ് എല്ലാം വാങ്ങുന്നുണ്ട്. ഒരു മഞ്ഞത്തുണ്ട് എടുക്കണമെങ്കിൽ 300 പ്രാവശ്യം ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഞങ്ങൾ സബ്മിറ്റ് ചെയ്യണം, റേഷൻ കാർഡും. ഒരു മഞ്ഞത്തുണ്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ പുല്ലുവിള മത്സ്യബെഡിൽ വന്ന് നോക്കണം. പള്ളം മത്സ്യബെഡിൽ നിറഞ്ഞ് ജാലിൻ വാല ബാഗ് കൂട്ടക്കൊല നടക്കുന്ന സംഭവം പോലെ നടക്കും അവിടെ. ആൾക്കാർ അത്രയും തിങ്ങി നിറങ്ങി നടക്കുന്നത്. എന്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടത്ത് മാത്രം നിങ്ങൾ ഒരു രീതിയിലുള്ള വികസനം, ഒരു രീതിയിലുള്ള സിസ്റ്റമാറ്റിക്കുള്ള ഒരു ഡെവലപ്മെന്റും ചെയ്യുന്നില്ല? പൈസ വാങ്ങുന്നില്ലേ? കാലങ്ങളായിട്ട് ഇത് തന്നെയാണോ നടക്കുന്നത്? കാലങ്ങളായിട്ടും ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരു മഞ്ഞത്തുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു മത്സ്യബെഡിന്റെ കീഴിൽ വന്ന് നിൽക്കും. കാണാതായ ജോണിന്റെ കുടുംബത്തിനൊപ്പം ഉള്ളത് ജോണിന്റെ മകനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്.